വെറും 2 ദിവസം കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ നേടിക്കൊണ്ട് നമ്മുടെ എമ്പുരാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വാർത്താ മാധ്യമ ചാനലുകളിലൊക്കെ ഇപ്പോൾ എമ്പുരാൻ ഒരു വളരെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് തന്നെ ഫ്രീ ആയിട്ട് ഈ മാധ്യമങ്ങളൊക്കെ എമ്പുരാൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ സെൻസറിങ്ങും കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യണം, വില്ലൻ്റെ പേര് മാറ്റണം, ഇങ്ങനെ കുറേ അധികം ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് അതങ്ങോട്ട് പ്രാവർത്തികമാകുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് വരെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ആ ഒരു സിനിമ പൂർണ്ണമായിട്ടും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് പറയാം. ഈ അടുത്ത ആഴ്ച, അതായത് തിങ്കളാഴ്ച തൊട്ട് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ സിനിമ കാണുന്ന ആൾക്കാർക്ക് ഒരു കട്ട് ചെയ്ത പോർഷനായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴേ നമ്മളിന്ന് വീഡിയോ ചെയ്തതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ എമ്പുരാൻ സിനിമ റിലീസ് ചെയ്ത സമയത്ത് കുറേ തിയേറ്ററുകളിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ല, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് ഈ ഫസ്റ്റ് ദിവസങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ന്യൂ ജേക്കബ്സ് തിയേറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ എമ്പുരാനൊന്ന് തല തിരിഞ്ഞു പോയി. അപ്പോൾ അവിടെ ഈ സിനിമ കണ്ട ആൾക്കാർ അത് ഷൂട്ട് ചെയ്തിട്ട് റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്ക്, അല്ല കണ്ടു നോക്ക്, കണ്ടും കേട്ടും നോക്ക്. ബഹുവാലല്ല പടം കാണുന്നത്, മനുഷ്യനാണ്. അവൻ തല കുത്തിയിരുന്നാന്ന് തോന്നുന്നു ചെയ്യുന്നത് കേട്ടോ. അവൻ തല കുത്തിയിരുന്നാ ചെയ്യുന്നത്, അവിടെ തിരിഞ്ഞിരുന്നാ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു അവിടെ സംഭവിച്ചത്. പുറകിരുന്ന ചേട്ടന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു ടെക്നിക്കൽ എററാണ്. അതൊക്കെ നമുക്ക് പറയാം കേട്ടോ, അതിൻ്റെ വിശദീകരണമൊക്കെ പിന്നെ പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ആറ്റിങ്ങൽ തപസ്യ തിയേറ്ററിലേക്കാണ്. അപ്പോൾ ഇതും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അത് കണ്ടു നോക്കിയിട്ട് വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോൾ ആറ്റിങ്ങൽ തപസ്യയിൽ എമ്പുരാന്റെ ഫസ്റ്റ് ഷോ കാണാൻ വന്നേക്കുകയാണ്. ഇവിടെ പ്രത്യേകം എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഇയാളിരിക്കുന്നുണ്ടല്ലേ, പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റിക്ലൈനർ സീറ്റ് ഉണ്ട്. നീ തിരിഞ്ഞിരുന്ന് കാണിച്ചു, റിക്ലൈനർ 360 ഡിഗ്രിയാണ്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് ആ ഒരു സംഭാഷണമൊക്കെ കേട്ട് നിങ്ങൾ അങ്ങോട്ട് ചിരിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ആ 360 ഡിഗ്രി ആ പുള്ളിക്കാരെ കസേര കൊണ്ട് തിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളും ചിരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് എന്തുമാത്രം വലിയ ഒരു ഇഷ്യൂ ആണെന്നുള്ള കാര്യം ഈ തിയേറ്ററിന്റെ മാനേജ്മെന്റിന് അറിയാവോ? കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു തിയേറ്ററിന് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈൻ അടിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ PVR ജയന്റ് മൾട്ടിപ്ലക്സ് ബ്രാൻഡ് ആയിട്ടുള്ള PVRനും ഇതുപോലെ തന്നെ ഒരു ഫൈൻ ഈ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൺസ്യൂമറിന്റെ പരാതിയിന്മേലാണ് കോടതി ഇതുപോലത്തെ ഒരു വലിയ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൃത്യമായിട്ട് വീഡിയോ എടുത്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് അവർ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് 350 രൂപയ്ക്ക് മുകളിൽ റിക്ലൈനർ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് അവരിപ്പോൾ ആ ഒരു തിയേറ്ററിൽ എമ്പുരാന് ഷോ ബുക്ക് ചെയ്തത്. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് കിട്ടിയത് പ്ലാസ്റ്റിക് കസേരയാണെന്ന് അവരിങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് എന്തുമാത്രം വലിയൊരു വിഷയമാണെന്ന്. നമ്മളിത് തമാശയായിട്ട് പറഞ്ഞങ്ങ് പോകും, പക്ഷേ ഒന്ന് അറിഞ്ഞ് കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമ പെടും. അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ ഉടമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നു ട്രിവാൻഡ്രത്ത് നേരെ അങ്ങ് കൊച്ചിയിലേക്ക്. ഇത് കുറച്ച് ഡാർക്കാണ് കേട്ടോ. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ച ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഒരു മിനിറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളത് ഇട്ട സമയം തൊട്ട് അതിന് പ്രശ്നമുള്ളല്ലേ? നടക്കില്ലെങ്കിൽ നിങ്ങൾ അടുത്ത നിങ്ങൾ ചെക്ക് ചെയ്ത് റെഡിയാവില്ലെന്ന് അവർക്കറിയാമേ. ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ ഈ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതുപോലെയല്ല ഞങ്ങൾ വന്നു നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തോരം പരിപാടികളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങൾ പോയിട്ട് ഇന്ന് കണ്ടില്ല ഞങ്ങൾക്ക് വിഷമില്ല, ഞങ്ങൾ നാളെ കണ്ടോളാം. ഞങ്ങൾ ഇന്ന് കണ്ടില്ല വിഷമില്ല, നിങ്ങൾ പൈസ തിരിച്ചെന്നെങ്കിൽ സമയം പോയിക്കോട്ടെ, വിഷമമൊന്നുമില്ല. എന്ത് വിഷമം? ഫിക്സ് ചെയ്യുന്നുണ്ടോ? പൈസ കൊണ്ടുവച്ചാൽ മതി, കാരണം പൈസ പിന്നെ അല്ലെന്നേ ഈ തിയേറ്റർ വെക്കാൻ പറ. അതിനകത്ത് കാണുക, പണം കാണാനല്ലോ, പിന്നെ നാളെ നാളത്തിൽ കാണാനല്ലോ. ഇത്രയും രാവിലെ ജോലി കളഞ്ഞു കോപ്പട്ടാക്കാൻ വേണ്ടി. ഇത് രാവിലെ 7:50 ഞങ്ങള് സിനിപോളിസില് കാണാൻ വേണ്ടി വന്നതാണ്. സിനിപോളിസിൽ വന്നിട്ട് ആ സൗണ്ട് ഒരു തരി പുറത്തോട്ട് വരുന്നില്ല.
ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായ സമയത്ത് അവര് പിന്നെ പടം നിർത്തി 2 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു, ഒരു സെറ്റിംഗ്സും ഇല്ല. ആളുകൾ രണ്ടാമത്തെ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറാൻ വേണ്ടി പോവാണ്. അവിടുന്ന് ഇനി ഷോ നടക്കില്ല. ഇവിടെ പ്രശ്നമാകാനുള്ള എല്ലാ സാധ്യതകളുമാണ്. ഇവിടെ സിനിപോളിസ്, സെൻട്രൽ സ്ക്വയറിനുള്ള സിനിപോളിസ് ആണ്. വേറും ഊള സ്വഭാവമാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. ഈ തിയേറ്ററിലെ പ്രശ്നം തുടങ്ങിയിട്ട് കുറെ കാലമായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ അവരത് പരിഹരിക്കാണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ തിയേറ്ററിനകത്ത് സൗണ്ട് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ആയിരിക്കും അന്നേരം സ്ഥിരം പ്രശ്നം ഈ സ്ക്രീനിന്റെ പ്രശ്നമാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് ഷോ ഇടയ്ക്ക് വെച്ചിട്ട് നിന്നുപോയ ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ എററാണ് കേട്ടോ. അപ്പോഴേ ഇങ്ങനെ ടെക്നിക്കൽ എറർ തുടക്ക സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഉടമയോ അല്ലെങ്കിൽ സ്റ്റാഫോ ഒന്നും ഇതുപോലെ നിന്ന് ഇങ്ങനെ തെറിയേക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാര്യം അവർ അപ്പം തന്നെ പറയുക, ഞങ്ങൾ ഈ സിനിമയുടെ അതായത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പൈസ ഞങ്ങൾ പൂർണ്ണമായിട്ടും റീഫണ്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ച് തീരണം. അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇപ്പോൾ ടെക്നിക്കൽ എറർ ആണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് പരിഹരിച്ച് ഷോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ തുക റീഫണ്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ പല തിയേറ്ററുകാരും ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, എങ്ങനെയെങ്കിലും അങ്ങ് അടിച്ച് എങ്ങനെയെങ്കിലും അതങ്ങ് തീർക്കുക എന്നുള്ളതാണ്. ഞാനും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ വിക്രം സിനിമ കാണാൻ പോയപ്പോഴും ഇത് കണക്ക് തന്നെ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ അതൊന്ന് തുടക്കത്തിലെ സ്റ്റോപ്പ് ചെയ്ത് റീഫണ്ട് ചെയ്ത് വിടാനുള്ളതിന് പകരം അത് അവസാനം വരെ ഓടിച്ചുകൊണ്ട് പോയി. അതാണ്, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കൊച്ചിയിൽ നിന്ന് പോകുന്നു. എങ്ങോട്ട്? നേരെ ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ AC-യുടെ പ്രശ്നമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്റർ സ്ക്രീനിൻ്റെയോ അല്ലെങ്കിൽ സൗണ്ടിൻ്റെയോ ഒന്നും ടെക്നിക്കൽ എറർ അല്ല, ഇത് തിയേറ്ററുകാരുടെ പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ കമൻ്റൊക്കെ വായിച്ചു നോക്കിയ സമയത്ത് ഞാൻ കണ്ടത് ഇതിപ്പോൾ ആദ്യത്തെ ഒരു സംഭവമല്ല. ഇതിനു മുമ്പ് ഗില്ലിയൊക്കെ റിലീസ് ചെയ്ത സമയത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സിനിമ തിയേറ്ററിൽ AC ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കാളിദാസ് തിയേറ്റർ മുതലാളിമാരെ ഇതിലും ഭേദം തെണ്ടി ജീവിക്കുന്നതാണ്. ഇനി ഒരിക്കലും ഇത്രയും കൂതറ തിയേറ്ററിൽ സിനിമ കാണാൻ പോകത്തില്ല. ഇത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയുള്ള SKM കാളിദാസ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് ആണ്. കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ തിയേറ്റേഴ്സിലും ഇന്ന് എമ്പുരാൻ റിലീസ് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. 7 സ്ക്രീനുണ്ട്. ഇവിടെ 7ഉം ഹൗസ്ഫുൾ ആണ്. അത്രയ്ക്കും വരുമാനം കിട്ടുന്നുണ്ട് ഇവിടെ പക്ഷേ AC കിടത്തില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഇതൊരു മഹാ തെണ്ടിത്തരമാണോ? 180-400 രൂപയ്ക്കാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജിന് വരുന്നത്. ഇത്രയും വാങ്ങിയിട്ട് AC പോലും ഇടത്തില്ല. വെറും തെണ്ടികൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടു. കാളിദാസ് തിയേറ്റർ മുതലാളിമാരെ ഇതിലും ഭേദം തെണ്ടി ജീവിക്കുന്നതാണ്. ഇത്രയും ആൻറ്റിസിപ്പേഷനായിട്ട് വന്നൊരു സിനിമ നന്നായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. വേറത്തെ കുളിച്ച് അവസാനം കഷ്ടപ്പെട്ട് തിരികെ വന്നു. അപ്പോൾ ഇവിടെയും ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ സിനിമാ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാലോ, എല്ലാം അടച്ചിട്ട ഒരു ഇരുണ്ട മുറിയിലിരുന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. ഇവിടെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, AC കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ AC കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. AC ഇടാതിരുന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ AC കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. കാര്യം അതിനുള്ള ഒരു തൊലിക്കട്ടിയൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഈ AC ഇടാതിരിക്കുമ്പോഴൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 3 മണിക്കൂറൊക്കെ എൻ്റെ അമ്മ പുഴുങ്ങുമായിരുന്നു. പുഴുങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെ ഒരു സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ SKM-ന് കുറേയധികം കംപ്ലയിൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. കാര്യം ഒരു മികച്ച തിയേറ്ററാണ്. കാര്യം ട്രിവാൻഡ്രത്ത് തന്നെ നമ്മളൊരു ഗംഭീര തിയേറ്റർ ലിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു 5-നകത്ത് വരുന്ന ഒരു തിയേറ്ററാണെന്ന് പറഞ്ഞു. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് ഈ ഒരു തിയേറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ SKM-ൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഞാനീ പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ ആ റീഫണ്ട് ചെയ്ത് കൊടുത്ത ആ പ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കുക. വേറെ ഓപ്ഷനൊന്നും ഇല്ല, അതേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അത് ചെയ്യാതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന ഓണേഴ്സും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ കൺസ്യൂമർ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഉടമ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. സംഭവം ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം. അതിന് ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളൊക്കെ ആയിട്ട് കണ്ടത്. ഈ PVR ഇഷ്യൂ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവരെപ്പോലെ അത്രയും വലിയ ഒരു ബ്രാൻഡിന് പോലും കൺസ്യൂമറിൻ്റെ പരാതിക്ക് മേളിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ പൊതുവേ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതങ്ങോട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരവസ്ഥ വരും. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് വേറെ ഒരാളെ ബാധിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് വലിയും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതേ സംഭവം നമുക്ക് സംഭവിക്കും. അന്നേരം നമ്മൾ ഇതുപോലെ നിന്ന് ഒറ്റ
ഒറ്റയ്ക്ക് വാദിക്കേണ്ടി വരും. അപ്പോൾ ഈ ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് കാണിച്ച അതേ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് പറഞ്ഞത്. ഈ എവിടെങ്കിലും ഒരു അനീതി കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അനീതിയാണെന്ന് നമുക്ക് പ്രതികരിക്കണം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിന്ന് കയർത്ത് സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ വേണം. പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണം.